Hello everyone. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാച്ചസിനെ കുറിച്ചാണ്. വാച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റിയിൽ ഒരുപാട് മോഡലിൽ ഇറങ്ങുന്നുണ്ട്. ലക്ഷറി ബ്രാൻഡ് മുതൽ ചീപ്പ് ബ്രാൻഡ്സ് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ശരിയായ ചോയ്സ് എങ്ങനെയാണ്, അതേപോലെ ഏതൊക്കെ ടൈപ്പ് വാച്ചുകൾ നമുക്കാകാം, ഏതൊക്കെ ബ്രാൻഡുകൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാച്ച് എന്ന് പറഞ്ഞൊരു സംഭവം മെൻസ് ഫാഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ആക്സസറീസ് എന്ന ഗണത്തിൽ പെടുന്ന ഒരു സംഭവമാണ് വാച്ചസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് അധികം ആക്സസറീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകെ കൂടി ആക്സസറീസ് എന്ന് പറയാനുള്ളതിൽ മെയിനായിട്ട് പറയാനുള്ള സംഭവമാണ് വാച്ച്, പിന്നെ ക്യാപ്പ്, സ്പെക്സ്, പിന്നെ ചെറിയ ചെറിയ ബ്രേസ്ലെറ്റ് ആണ്. പക്ഷെ അതിലെല്ലാത്തിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ആക്സസറീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാച്ചാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഒരു വാച്ച് തന്നെ നിങ്ങൾ എപ്പോഴും മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വാച്ച് ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് വാച്ചുകളാണ് ഉള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ ടൈപ്പ് വാച്ചുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഓരോ വാച്ചും ഓരോ ഒക്കേഷനിലാണ് ധരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ ടൈപ്പ് വാച്ചും മേടിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എല്ലാ ടൈപ്പ് വാച്ചും മേടിക്കണം എന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അതിനുള്ളൊരു ഫണ്ട് ഉണ്ട്, നിങ്ങൾക്കത് മേടിക്കാനുള്ള ഒരു നല്ല ജോലിയും ഒരു ചുറ്റുപാടും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടൈപ്പ് വാച്ചൊക്കെ നമുക്ക് മേടിക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വാച്ച് എന്ന് പറയാൻ സ്ട്രാപ്പ് വാച്ചാണ്. സ്ട്രാപ്പ് വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ്, എന്നാൽ വളരെ നീറ്റായിട്ടുള്ള ഒരു വാച്ചാണ്. അപ്പോൾ സ്ട്രാപ്പ് വാച്ച് ഫസ്റ്റ് വരും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ചെയിൻ സ്ട്രാപ്പുകളാണ്. ചെയിൻ സ്ട്രാപ്പും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സംഭവം തന്നെയാണ്. നല്ലൊരു എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുതരുന്ന സംഭവമാണ്. സ്ട്രാപ്പിനെയും കാട്ടിയും കുറച്ച് വ്യത്യസ്തതയും എന്നാൽ കുറച്ച് പ്രൈസിങ് ഒക്കെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് ഈ ചെയിൻ സ്ട്രാപ്പിന്. ഇനി മൂന്നാമത് വന്ന ഒരു ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, അതായത് സാധാ ഫ്ലാറ്റ് വാച്ച് ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്ട്രാപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ സ്ട്രാപ്പ് എന്ന് പറയും. അതും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ 3 എണ്ണമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ലെതർ സ്ട്രാപ്പ്, രണ്ടാമത് സ്റ്റീൽ സ്ട്രാപ്പ്, മൂന്നാമത് വരുന്നത് നേറ്റോ സ്ട്രാപ്പ്. ഇനി നമുക്ക് ബ്രാൻഡുകളിലേക്ക് പോകാം. അതായത് ഏത് ടൈപ്പ് ബ്രാൻഡുകൾ നിങ്ങൾക്ക് മേടിക്കാം എന്നുള്ളതാണ്. പൈസ ഉള്ള പോലെ നമുക്ക് ഇഷ്ടംപോലുള്ള ബ്രാൻഡൊക്കെ മേടിക്കാം. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേഡീസിൻ്റെ കാര്യം എടുക്കാം. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻറ്റ്സ് മേടിക്കും, അതായത് സ്വർണം മേടിക്കാറുണ്ട് അവർ. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 പവൻ്റെ മാല മേടിച്ചാൽ തന്നെ 1 ലക്ഷം രൂപയായി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നല്ല വാച്ച്, ഇപ്പം നിങ്ങളൊരു ബിസിനസ് പ്രൊഫഷണലാണ്, ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലാവും, എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു ഓഫീസിലേക്ക് ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു നല്ലൊരു വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ശരിക്കും നിങ്ങളെ നടക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വാച്ച് നിങ്ങൾ എന്തായാലും മേടിച്ചിരിക്കണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കിയിട്ട് നല്ല വാച്ച് മേടിക്കുക. വാച്ച് മേടിക്കുന്നതിന് നമ്മൾ ഒരു ടാർഗറ്റ് വെക്കുക. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ബേസിക്കലി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ 3-4 ടൈപ്പ് ബ്രാൻഡുകൾ കയറി എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞാൻ ടോപ്പ് എൻഡിൽ ഒരു ബ്രാൻഡ് എനിക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ആദ്യം തന്നെ പോയി അത് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് എനിക്കില്ല. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എന്നെ കൊണ്ട് സാധിക്കാവുന്ന ബേസിക്കിൽ നിന്ന് ഞാൻ മേടിച്ച് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മേടിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ടോപ്പ് എൻഡിലോട്ട് എത്തണം. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു 3 പവൻ്റെ മാല മേടിക്കാൻ 1 ലക്ഷം രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേജർ ഒരു ആക്സസറീസ് ആണ് വാച്ച്. അപ്പം നല്ലൊരു ബ്രാൻഡ് വാച്ചിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ഇനി വാച്ചിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പോയി ഒരു റോളക്സോ ഒമേഗയോ അതോ ഒരു ഊബ്ലോ ഒന്നും മേടിക്കണമെന്ന് ഞാൻ പറയൂല. അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ബ്രാൻഡ് മേടിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ളത് ആദ്യം എനിക്ക് പറയാനുള്ളത് ഫാസ്ട്രാക്ക് ആണ്. ഫാസ്ട്രാക്കിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. അതായത് ഒരു ട്രെൻഡി ആയിട്ടുള്ള നമ്മുടെ യൂത്തിന് ധരിക്കാൻ പറഞ്ഞ ടൈപ്പ് ഒരുപാട് ചോയ്സ് ഫാസ്ട്രാക്കിലുണ്ട്. അതേപോലെ തന്നെ ടൈമെക്സ്, ഇതും ഒരുപാട് ചോയ്സ് ഉള്ള ഒരു വാച്ചാണ്. ഇതും ടാറ്റയുടെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ടൈമെക്സ് വാച്ച്. ബേസിക് ആയിട്ടുള്ള വാച്ചാണ്, എന്നാൽ ക്വാളിറ്റി വൈസ് വളരെ നല്ല വാച്ചാണ്. അപ്പോൾ ബേസിക് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാച്ചാണ്
ഞാൻ പറയണത് ഫാസ്ട്രാക്ക് ടൈമെക്സ്. ഇനി അതിൻ്റെ മുകളിലോട്ട്, അതായത് അതിൽ നിന്നും ഒരു പടി മുകളിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാനൊരു 3 ബ്രാൻഡ് പറയാം. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺ എന്നുള്ള കമ്പനിയാണ്. സിറ്റിസൺ ഈ പറഞ്ഞ മാതിരി ഒരു നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ സിറ്റിസൺ അതിന് മുമ്പുള്ള ഇപ്പം ബേസിക്കിൽ നിന്നും മുകളിലോട്ട് പോകണമെങ്കിൽ സിറ്റിസൺ മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് സ്വാച്ച് എന്ന് പറഞ്ഞ വാച്ച് മേടിക്കാം. സ്വാച്ച് എന്ന് പറഞ്ഞ വാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബ്രാൻഡാണ്. അതായത് സ്വാച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് സ്വാച്ച് എന്ന് പറഞ്ഞ വാച്ച്. അപ്പം അതിന് പിന്നെ നിങ്ങൾക്ക് സിറ്റിസൺ മേടിക്കാം, സ്വാച്ച് മേടിക്കാം, പിന്നെ ഡീസൽ മേടിക്കാം, പിന്നെ CK മേടിക്കാം, അതായത് കാൽവിൻ ക്ലെയിൻ. ഈ 4 അതായത് അതിൻ്റെ മുകളിലുള്ളതാണ് 4 ബ്രാൻഡുകൾ ഞാൻ പറഞ്ഞിട്ട്. ഇനി വരുന്ന കാറ്റഗറി അത് ഒരു മിഡ് വേ കാറ്റഗറിയാണ്. ഇതിൽ ഞാൻ ആദ്യം പറയും ലോങ് ഇന്നസ്, പിന്നെ ടിസോ, പിന്നെ ടാഗ്യുവർ. ഈ 3 ബ്രാൻഡുകൾ ഇതിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതിൽ ഈ ലോങ് ഇന്നസ് എന്നുള്ളതൊക്കെ പറയാന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ശരിക്കും പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ അതൊന്നും നോക്കി പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അതിന് പറഞ്ഞ പേര് ലോങ് യി, ഇത്രേ പറയുള്ളൂ ശരിക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇനി ഇതിൻ്റെ മുകളിലുള്ള, അതായത് ലക്ഷറി ബ്രാൻഡിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണ് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3 പറയാനുള്ളൂ. ലക്ഷറി ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡിൻ്റെ മുകളിലോട്ട് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതായത് ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ മുകളിലേക്ക് വില മതിക്കുന്ന ബ്രാൻഡുകൾ വരെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ചിലപ്പോൾ ആൾക്കാരതിനകത്ത് പറയും അത്രയും വില കൂടി 50 ലക്ഷം രൂപ വാച്ചിനെ കുറിച്ചൊക്കെ ഞാനതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ കൊണ്ട് ഏതാണ്ടൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാൻഡുകൾ മാത്രമേ ഞാൻ പറയണുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലക്ഷറി ബ്രാൻഡ് എന്ന ഗണത്തിൽപ്പെടുന്ന 3 ബ്രാൻഡുകൾ ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകണം. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂബ്ലോ ആണ്. ഇത് അടിപൊളി ഒരു ബ്രാൻഡാണ്. ശരിക്കും കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സംഭവമാണെന്ന് തന്നെ പറയും. പക്ഷേ ഈ ബ്രാൻഡ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ അത്ര ആൾക്കാർ അറിയുന്നുണ്ടോ എന്നെനിക്ക് ശരിക്കും സംശയമുണ്ട്. അപ്പം അത് കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വില കൊടുത്ത് ഈ ബ്രാൻഡ് മേടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായെന്ന് വരാം. അപ്പം അതുകൊണ്ടിട്ട് അത് അപ് ടു യു, നിങ്ങൾക്ക് ഈ ബ്രാൻഡ് മേടിക്കും. പക്ഷേ സൂപ്പർ ബ്രാൻഡാണ് ഇത്, നിങ്ങൾക്ക് മേടിക്കാം. ഇനി സെക്കൻഡ് പറയാൻ ഒമേഗയാണ്. ഒമേഗ ശരിക്കും പറയാൻ നമ്മൾ കോമൺ ആയിട്ട് ശരിക്കും എല്ലാവരും പറയണ ഒരു പേരാണ് ഒമേഗ വാച്ച്. അവന് ഒമേഗയാണ് കിട്ടിയേക്കണത് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഒമേഗയാണ് പിന്നെ എനിക്ക് പറയാനുള്ള ബ്രാൻഡ്. ഇത് ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഒമേഗ. അപ്പോൾ ഒമേഗ മേടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടും. ഒമേഗ കിട്ടി നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആൾക്കാർ അളന്നിരിക്കും. ഇനി പറയാനുള്ള ബ്രാൻഡ് റോളക്സ് ആണ്. റോളക്സ് ശരിക്കും ഏറ്റവും ടോപ്പ് എൻഡ് നിൽക്കുന്ന ഒരു വാച്ചാണ്. എന്നാൽ റോളക്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരുപാട് ബ്രാൻഡുകൾ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ റോളക്സ് ആണ് എനിക്ക് ടോപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം റോളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ലക്ഷറി ബ്രാൻഡിൽ ഏറ്റവും ആദ്യം ആൾക്കാർ പറയണ ഒരു പേരാണ് റോളക്സ്. അപ്പം റോളക്സ് ഈ 3 ബ്രാൻഡാണ് ലക്ഷറി ബ്രാൻഡിൽ ടോപ്പായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ബ്രാൻഡ്. അതായത് ടോപ്പ് ബ്രാൻഡുകൾ കണ്ടെത്തിപ്പെട്ടിരിക്കുന്നത് ഹ്യൂബ്ലോ, ഒമേഗ ആൻഡ് റോളക്സ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൈസ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ 3-ൽ ഏതെങ്കിലും ഒന്നും കൂടെ മേടിക്കാം. നിങ്ങളൊരു ബിസിനസ് ഓഫീഷ്യലാണ്, നിങ്ങൾ എപ്പോഴും പുറത്ത് ട്രാവൽ ചെയ്യണ ഒരാളൊക്കെ ആണെങ്കിൽ ഈ 3-ൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉള്ള വാച്ച് കിട്ടിയിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ പോണത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു സ്റ്റൈലും ഒരു എലിഗൻസും ഒക്കെ നിങ്ങൾക്ക് ഈ വാച്ച് കിട്ടിയാൽ ഉണ്ടാവും. പക്ഷേ ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ഇത് മേടിക്കാൻ സാധിക്കും, അല്ലാത്തവർക്ക് ഇത്തിരി ഇങ്ങനെ കഷ്ടപ്പെട്ടേ മേടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ആദ്യം തന്നെ പോയി റോളക്സ് മേടിക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഞാനിങ്ങനെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ ഇങ്ങനെ വെച്ച് പോയാണ് ഓരോ ബ്രാൻഡിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ ചെറിയ ബ്രാൻഡിൽ നിന്ന് മേടിച്ച് പതുക്കെ കയറി പോവുക. നിങ്ങൾക്ക് വാച്ചിനോടുള്ള ക്രേസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞാൽ നമ്മൾ സ്വർണ്ണത്തിനൊന്നും വലിയ കാശൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ സ്വന്തം കാര്യത്തിന് ഒരു നല്ലൊരു ബ്രാൻഡ് വാച്ച് മേടിച്ച് നോർത്തിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ എപ്പോഴും മേടിക്കുക. വാച്ച് എന്ന് പറഞ്ഞാൽ ആക്സറി നമ്മുടെ മെൻസ് ഫാഷനിൽ ഒട്ടും മാറ്റി വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഫാഷൻ മാത്രമല്ല, ഈ സംഭവങ്ങളൊക്കെ നല്ല നല്ല വാച്ചൊക്കെ കിട്ടി പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പല ബിസിനസ് ആവശ്യങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് വാച്ച് നിങ്ങൾ എന്തായാലും മേടിക്കുക. അപ്പോൾ ഇന്നത്തെ
വിഷയം, ഒരു വ്യത്യസ്തമായ വിഷയമാണ് ഞാൻ വാച്ചുകളെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നൽകുക എന്നുള്ളതാണ്. ഇനി ഒരുപാട് ബ്രാൻഡുകൾ പറയാനുണ്ട്, ഒരുപാട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ കുറിച്ച് വെറുതെ എടുത്തിട്ട് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾക്കൊക്കെ കേട്ട് കേൾവിയും ഒരു പരിചയമുള്ള ബ്രാൻഡുകളെ കുറിച്ച് മാത്രമേ ഞാനിന്നിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത കേട്ട് കേൾവിയില്ലാത്ത ഒരുപാട് ബ്രാൻഡുകളുണ്ട് പറയാനാണെങ്കിൽ, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നല്ല ബെസ്റ്റ് വാച്ച് തന്നെ നിങ്ങൾ നോക്കി മേടിക്കുക. ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഒരു മിഡ് ടയറിലുള്ള, ഒരു ലോവർ ടയറിലോ വാച്ച് മേടിച്ച് നിർത്തരുത്. ഒരു ടാർഗറ്റ് ചെയ്യുക, റോളക്സ് ടാർഗറ്റ് ചെയ്ത് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക, റോളക്സ് മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മെൻസ് ഫാഷനും സ്റ്റൈലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.